ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വെട്ട് കേക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും, അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, 5 ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. കാൽ ടീസ്പൂൺ ഉപ്പ്. മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എലൈറ്റിൻ്റെ മൈദാപ്പൊടിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ. നന്നായിട്ടൊന്ന് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലിരിക്കണം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 4 മണിക്കൂർ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വെട്ട് കേക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം ഇതുപോലെ ആക്കാൻ. നടുവേ 2 വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കാം. ഇതിൻ്റെ അകമൊന്ന് നിങ്ങൾ നോക്കി, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.